നമ്മള് ഒരു ബിരിയാണി വന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, നമ്മളിന്ന് മഴ നനഞ്ഞ് കൊന്നിരിക്കുകയാണ്. ഇവള് ഫുള്ള് നനഞ്ഞ് ഗായ്സ്. അതിന്റെ ഇടയ്ക്ക് ഒരു അമ്മമ്മയുടെ ചീത്തയും കേട്ടു. ഇവളിവിടെ വന്ന് നിക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് സ്ത്രീകൾക്ക് ഭയങ്കര അസൂയാണ് കേട്ടോ നമ്മുടെ അടുത്ത്. അവർക്ക് നമ്മള് ലിപ്സ്റ്റിക് ഇടുന്ന ഒന്നും ഇഷ്ടമല്ല. പോരാടണം ഗൈസ്. ഒരമ്മൂമ്മ പറഞ്ഞ് എന്തിനു പറഞ്ഞത് എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്കൂട്ടി കൊണ്ട് പോകാൻ മക്കളെ പോ. ആദ്യം ഭയങ്കര ഒലിപ്പീരായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഞാൻ ചിരിച്ചു കാണിച്ചപ്പോ എന്റെ ലിപ്സ്റ്റിക് കണ്ടപ്പോഴേ ചുണ്ടിലൊക്കെ കുറച്ച് മാത്രം തേച്ച് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ ഇട്ടിരിക്കുന്ന, ഞാനല്ലേ ഇട്ടിരിക്കുന്ന തള്ളയെന്ന് പറഞ്ഞു. ഓണം വരൂലേ, നിങ്ങൾ തന്നെ പറ. ആ അമ്മൂമ്മയുടെ പൈസയല്ലേ ഞാൻ ചെയ്യരുത്. ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ ഇടാനുള്ളതാണ്. അത് ഇഷ്ടമല്ലാത്തവരെ ഇടുന്നവരെ മൈൻഡ് ചെയ്യുന്ന എന്തിനാണ് ഗൈസ് ഇത്? ഗൈസ്, പിന്നെ നമ്മളിപ്പോ എവിടെ പോകുന്നെന്ന് വെച്ചാല് നമ്മള് കോളേജില് ബോണഫൈഡ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അതേപോലെ ഇന്ന് നമ്മളെ എമിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ബർത്ത്ഡേ സെലിബ്രേഷന് ഫസ്റ്റിനാണ് നമ്മുടെ എമി മോളുടെ ബർത്ത്ഡേ. പക്ഷേ ഇന്നാണ് നമ്മള് ഫോട്ടോ എടുക്കാൻ പോവേണം. എമിയുടെ ഫോട്ടോ എടുക്കാൻ കൂടെ പോവുകയാണ് നമ്മള്. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ, ബൈ, കാണാം. നമ്മളിന്റെ അമ്മൂമ്മയെ തപ്പി നടക്കുകയാണ്. പക്ഷെ അമ്മൂമ്മയെ കിട്ടിയില്ല. പറന്നു പോകും നമ്മൾ. ശരിയാണോ? ശരിയല്ല, ഒരിക്കലും ശരിയല്ല. ഇന്ന് നോക്കിക്കോ, ആ സ്പീഡ് വണ്ടിയിലാണെന്നോ തീർക്കണത്. കൊള്ളാം. കിളവി എവിടെ പോയിടി? അവരെവിടെ പോയെന്നറിയാമോ? ഞാൻ ഈ ഷാപ്പുക്ക് ഫുള്ള് തപ്പി കാണുന്നില്ല. അവർക്കറിയാം ഞാൻ വിളിച്ചോണ്ട് വരും. നല്ല ആള് വിളിച്ചോണ്ട് വരണം. പക്ഷെ അല്ല, ഇനിയാണ് കിടക്കാൻ പോണം. ഇനിയാണ് നമ്മളുടെ കല്യാണം. ഗൈസ്, നമ്മളിവിടെ വന്ന് കാത്തു നിൽക്കുകയാണ്. സഫ ഇതുവരെയ്ക്കും വന്നില്ല. കള്ളി സഫ. നമ്മള് വിശന്നിട്ട് വയ്യാണ്ട് മേവേ കയറി സഫാനെ കാത്തു നിന്നിട്ട് സഫ വന്നില്ല. ഗൈസ്, അങ്ങനെ നമ്മള് പാപ്പാജി കയറി. നമ്മളൊരു ബിരിയാണി പറഞ്ഞു. നമുക്ക് 2 പ്ലേറ്റ് ഒരു ബിരിയാണി വരും. നമ്മുടെ പ്ലേറ്റ് വന്നു. പ്ലേറ്റ് വന്നു. ഗൈസ്, ഇവിടുത്തെ ബിരിയാണി നല്ലയാണോ അല്ലയോ നമുക്ക് നോക്കാം. അതെ, നമുക്ക് നോക്കാം. നല്ലയാണെന്നാണ് ഒരു വിശ്വാസം. ഗൈസ്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? നമ്മള് ഒരു ബിരിയാണി വന്നു. നല്ല മോതിരമൊക്കെ ഊരി ഇട്ട്. ഇത് ഏത് അച്ചാറാണ് എന്തോ കൊള്ളാം. എങ്ങനെയുണ്ട്? എന്തൊരു അച്ചാറ്? നമുക്ക് കഴിച്ചു നോക്കാം. കൊള്ളാടി, അച്ചാറ്. ഇതൊരു പീസ് എടുത്തു. എൻ്റെ മുന്നിൽ ഇതൊരു രമണ്ടും പീസ്. നിങ്ങൾ ആരെന്ന് കണ്ടോ? ചിരിച്ചാണ് പല്ലി കളിച്ച് ചിരി. ചിരിച്ചേ. അയ്യോ, അതേത് ഭാഷ? എമ്മി, ഇത് ആര് വാങ്ങിച്ചെന്ന ഉടുപ്പ്? ഇത്തായാ? നിനക്ക് ഇഷ്ടപ്പെട്ടാ? അയ്യോ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതെന്ത് കാര്യം? എന്ത് ഇഷ്ടപ്പെടാത്ത? ഇത് കൊള്ളാല്ലേ?
ഗൈസ് എമിയുടെ കോസ്റ്റ്യൂം അതൊക്കെ നോക്കിയാണ് അതേ വീഡിയോ സാർ ഗൈസ് എന്റെ ഫോട്ടോഗ്രാഫ് സ്കിൽസ് കണ്ടോ സെറ്റല്ലേ സഫ എമി വന്ന് ഫോട്ടോ നോക്കിയാണ് കൊച്ചിൻ തള്ളിയും തമ്മിലുള്ള ഫോട്ടോഷൂട്ടാണ് ഗൈസ് കിട്ടിയ വല്ലതും ചിരിച്ചേ എമി ചിരിച്ചേ ഇങ്ങോട്ട് എമി എമി ബൈ എമി മൂടിപ്പോയി ഗൈസ് നമ്മൾ കോളേജ് വന്നേക്കാണ് ഗൈസ് ബോണഫൈഡ് കിട്ടി ഗൈസ് കിട്ടി മിസ്സാണ് മിസ് ഇവിടുന്ന് പോവുകയാണ് ഗൈസ് നമ്മളെ പോലെ ഇവിടുന്ന് പോവുകയാണ് ഗൾഫിൽ ഹസ്ബൻഡിന്റെ കൂടെ പോവുകയാണ് നമ്മൾ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ അടുത്ത് ഭയങ്കര കാര്യമാണ് നമ്മളെ നല്ല ഇഷ്ടമാണ് അതേപോലെ തന്നെ ഇത്രയേ ഉള്ളൂ അതേപോലെ നമുക്കും ഇഷ്ടമാണ് മിസ്സിനെ നമ്മൾ ബറോട്ട എന്റെ പ്ലേറ്റ് നമ്മൾ ബറോട്ട വന്നിരിക്കുകയാണ് കറി വന്നു എനിക്ക് ബറോട്ട കിട്ടിയില്ല ഗൈസ് എമി എടുത്തോണ്ട് പോയി ഗൈസ് അവളെ ബറോട്ടോ അല്ല ബറോട്ട അലക്ക് ഇതാണ് ഗൈസ് നമ്മളെ എമിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ സെറ്റായിരുന്നു എമിക്ക് ഒരു കോസ്റ്റ്യൂമിനനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് സൂപ്പറല്ലേ അവളെ കാണാൻ വേണ്ടി കിട്ടില്ല സെറ്റ് പിന്നെ അവളെ കേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഒരു 3 ലെയറായിട്ടാണ് വരുന്നത് നടുക്കത്തെന്ന് പറയുന്ന ഗ്ലിറ്ററൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവമാണ് നേരിട്ടാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ നമ്മളിനി കേക്ക് മുറിക്കാൻ പോവുകയാണ് ഗൈസ് എമീനെ വെച്ച് കേക്ക് മുറിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് പോയി കേക്ക് മുറിച്ചിട്ട് വരാം ഓക്കെ ഇവള് വീട്ടിൽ തിരിച്ചു പോവുകയാണ് ലേറ്റായി സമയം ഒരുപാടായി 10 മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പൊ 6 മണിയായി ഗൈസ് അപ്പൊ പിങ്കി സൂക്ഷിച്ചു പോണേ ബൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ടാറ്റാ